രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയവർക്കെതിരെ നടപടി വേണം. ഡിവൈഎഫ്ഐ പ്രവർത്തകർ പയ്യന്നൂർ തഹസിൽദാർ ഓഫീസ് മാർച്ച് നടത്തി. This news is brought to you by ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ചെറുപുഴ. മീൻതുള്ളിപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവ് കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പയ്യന്നൂർ തഹസിൽദാർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജോസ്ഗിരി, രാജഗിരി പ്രദേശങ്ങളിലെ റോഡ് അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കുക, പ്രകൃതിക്ഷോഭത്തിലുണ്ടായ നാശനഷ്ടങ്ങളുടെ തോത് കണ്ടെത്താൻ ഡ്രോൺ സർവേ നടത്തുക, പ്രദേശത്തെ 150ഓളം വരുന്ന കുടുംബങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, കുടിവെള്ളം, ഭക്ഷണം എന്നിവ ഉറപ്പാക്കുക, വൈദ്യുതി തടസ്സം നേരിട്ട പ്രദേശങ്ങളിൽ പെട്ടെന്ന് വൈദ്യുതി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. മുൻ MLA TI മധുസൂദനൻ, CPM നേതാവ് C സത്യപാലൻ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ആവശ്യങ്ങൾ അറിയിച്ചു. രാജേഷിന്റെ മൃതദേഹം കൊണ്ടുവന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ബോധ്യത്തിലാണ് കളക്ടർ ഇപ്പോൾ ഹിയറിംഗ് ഒക്കെ നടത്തി അതിൻ്റെ തെളിവെടി പൂർത്തീകരിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് ഗവൺമെന്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. നാളത്തോടുകൂടി ഇതിന് ഉത്തരവാദപ്പെട്ടവർക്കെതിരായിട്ട് നടപടി ഉണ്ടാകും എന്നുള്ളത് ഇപ്പോൾ കളക്ടർ പറഞ്ഞിട്ടുണ്ട്. 1. 2, ADM പൂർണ്ണമായിട്ടും ഈ മേഖലയിൽ കേന്ദ്രീകരിച്ച് എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. സ്പെഷ്യൽ ടീം ഇന്നലെയും ഇന്നുമായിട്ട് അവിടെ മുഴുവനും പിന്നെ ജോസിഗിരി തേച്ചെത്തി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അവർ പോയിട്ടുണ്ട്. നാടിൽ ഡ്രോൺ സർവേ നടത്തി എന്താണ് വന്നിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് ഇതേപോലെ നടപടിയുണ്ട്. വെള്ളം കൊടുക്കുന്നതിന് ചെറുപുഴ പഞ്ചായത്തിനോട് പറഞ്ഞിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോൾ വിളിച്ച് ഉറപ്പുവരുത്തുമെന്ന് പറഞ്ഞു. KSEBിയുടെ കാര്യത്തിലും ബന്ധപ്പെട്ടിട്ടുണ്ട്. വൈദ്യുതി കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. റോഡിൻ്റെ മണ്ണ് നീക്കിയിട്ട് താൽക്കാലികമായി ഗതാഗതത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ടാക്കുന്നതിനാണ് നടപടി ഉണ്ടാക്കുമെന്നുള്ളത് ഇപ്പോൾ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ കലക്ടർ നിങ്ങളുടെ കൂടി സാന്നിധ്യത്തിൽ നൽകിയിട്ടുള്ള ഉറപ്പാണ്. ആ ഉറപ്പിക്ക് ഈ സമര വളണ്ടിയർമാരോട് പറയാണ്. കാരണം ഇവരെല്ലാം കുറച്ച് പ്രതിഷേധത്തിലാണ്. കാരണം അവരാണ് ഇതിനു വേണ്ടി പണിയെടുത്തിട്ടുള്ള കുറേ ആളുകൾ. അപ്പം അവരോട് പറയാണ്, തൽക്കാലം ഈ ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനം പിന്നെ ഈ സമരം താൽക്കാലികമായിട്ട് കൂടെ ഇത് നിർത്തും. ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരോടും അത് പറയുന്നത് അങ്ങനല്ലേ. ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിയുടെ ഒരു ഓണക്കാലം കൂടി വരവായി. ഏവർക്കും ഗൃഹലക്ഷ്മിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വെറുമൊരോണമല്ല, നമ്മൾ കാത്തിരുന്ന സർപ്രൈസുകളുടെ ഉത്സവമാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസിൽ ഓണം മെഗാ ഓഫറുകൾ ലൈവ്. 20 മുതൽ 50% വരെ വമ്പിച്ച വിലക്കിഴിവ്. മിക്സി, സ്റ്റൗ, കുക്കർ, ഓവൻ, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, സെറാമിക്, ഗിഫ്റ്റ് ഐറ്റംസ്, എക്സ്ട്രാ ബ്രാസ് ഐറ്റംസ്, അങ്ങനെ വീട്ടിലെ ഓരോ ആവശ്യത്തിനും ഇനി മറ്റെവിടെയും പോകേണ്ട. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ, മികച്ച വിലക്കുറവ്, ഒപ്പം ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകളും. വേഗം പോരൂ. ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ചെറുപുഴ. ഈ ഓണത്തിന് ഗൃഹലക്ഷ്മിയിലേക്ക് സ്വാഗതം.